ഓക്കെ. ഗുഡ് മോർണിംഗ്. ജയ് ആർ സിംഗ്, ഗുഡ് ആർ സിംഗ്. നമ്മുടെ ഉണർവിന്റെ 309ാമത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതൊരു ദൈവാനുഗ്രഹമാണ് RCM. ഈ അനുഗ്രഹം നമുക്ക് തന്ന ഒരു മഹത്തായ ഒരു വ്യക്തിയാണ് നമ്മുടെ TC ചാപ്ര. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ അവസരത്തിൽ ഓർക്കുന്നു, സ്മരിക്കുന്നു. അതോടുകൂടി തന്നെ ഈ മഹാപ്രസ്ഥാനം കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ മുൻകൈയെടുത്ത ഗോപകുമാർ സാർ, അതുപോലെ തന്നെ മൂർത്തി സാർ അവരെയും സ്മരിക്കുന്നു. അതുപോലെ തന്നെ ഈ മഹാപ്രസ്ഥാനം കോട്ടയത്തേക്ക് കൊണ്ടുവന്ന നമ്മുടെ സ്റ്റാർ എമറാൾഡ് ബാബു സാറിനെയും ജമിനി മാഡത്തെയും സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ കോട്ടയത്തിന്റെ തലതൊട്ടപ്പൻ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സ്റ്റാർ പിൻ അച്ചീവർ നമ്മുടെ ജോസ് സാറിനെയും ഈ നല്ല അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സൂം പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്ന് നമുക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും എല്ലാ ദിവസവും ഒത്തിരി ത്യാഗത്തോടെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഋഷി സാറിനെയും കുടുംബത്തെയും ഓർക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന രൂപാന്തരയിലൂടെ ഞങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡേഴ്സ്, ഞങ്ങളുടെ പ്രിൻസിപ്പലും ഓൾ ഇന്ത്യ ഹൈജീനിക് ട്രെയിനറുമായ നമ്മുടെ ശ്രീലത മാഡത്തെയും പ്രദീപ് സാറിനെയും ഈ അവസരത്തിൽ ഓർക്കുന്നു, നന്ദി പറയുന്നു. അതോടുകൂടി തന്നെ രൂപാന്തരയിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന സാജി അഗസ്റ്റിൻ സാർ, അവരെയും സാറിന്റെ കുടുംബത്തെയും നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു പുതിയ പുലരി നമുക്ക് ദൈവം കനിഞ്ഞു തന്നതാണ്. തീർച്ചയായിട്ടും ഓരോ ദിവസവും നമുക്ക് പഠിക്കാൻ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ശരിയാണേലും തെറ്റാണേലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് വേണ്ടുന്ന ശരി നമ്മൾ തിരഞ്ഞെടുത്ത് അത് മുന്നോട്ട് അപ്ലൈ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് ഉള്ള ലക്ഷ്യം, അല്ലേ? ഇതിന് കുറെ ത്യാഗങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വേണം. മടി പിടിച്ചിരുന്നാൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സാധിക്കില്ല. അതാണല്ലോ ആദ്യമേ ഇന്ന് വീഡിയോയിൽ കണ്ടത്. എത്ര പേര് ആ വീഡിയോ കണ്ട് കേട്ട് എന്ന് അറിഞ്ഞില്ല. എനിക്കറിയാം തീർച്ചയായിട്ടും ഈ അതിരാവിലെ എഴുന്നേറ്റിരുന്ന് ഒരു മെസ്സേജ് കേൾക്കുക എന്നുള്ളത് അത്ര സാധാരണ എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് ത്യാഗമൊക്കെ വേണം. പൊതുവെ ഇപ്പം രാവിലെ ഒരു നല്ല കാലാവസ്ഥയാണ്, ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, മൂടി കിടക്കാവുന്നതാണ്. എന്നിട്ടും ജീവിതത്തിന് ലക്ഷ്യമുള്ളവർ തീർച്ചയായിട്ടും ചില ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകും. അങ്ങനെ ത്യാഗത്തോടെ ഇന്ന് എഴുന്നേറ്റ് ഈ സമയത്ത് ഈ ചെറിയ സെഷൻ കാണുവാനും കേൾക്കുവാനും പഠിക്കുവാനും നിങ്ങൾ കാട്ടുന്ന നല്ല മനസ്സിന് നന്ദി പറയുന്നു. സാജി സാർ പറഞ്ഞതുപോലെ തന്നെ, ജോൺ സാർ പറഞ്ഞതുപോലെ തന്നെ ഞാനൊക്കെ രൂപാന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. രൂപാന്തരം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കാരിത്താസ് തെള്ളകത്ത് ആണ് എല്ലാ ആഴ്ചകളിലും ശനിയാഴ്ച രാവിലെ 10:15 മുതൽ 3 മണി വരെ നടക്കുന്നത്. RCMനെ കുറിച്ച് പഠിക്കാനും ആ നന്മ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ് രൂപാന്തരയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമുള്ള നമ്മുടെ ട്രെയിനറും നമ്മുടെ പ്രിൻസിപ്പളുമായ നമ്മുടെ ശ്രീലത ടീച്ചറാണ്. സോ അവിടെ പഠിച്ചാണ് ഓരോ സെക്കൻഡും ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ക്ലാസ് എടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയതും കൂടി. ശരിയും തെറ്റും ഉണ്ടാകാം, ക്ഷമിക്കുക. നമ്മൾ എപ്പോഴും പഠിക്കുകയാണല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ പഠിച്ചാണ് നമ്മൾ വളരുന്നത്. പഠിക്കാതെ നമുക്ക് വളരാൻ സാധിക്കില്ല. നമ്മൾ ഏതൊരു മേഖലയിലാണേലും ആ മേഖലയെക്കുറിച്ച് നല്ല അറിവ് വേണം.
അറിവ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് അറിവ് കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആ മേഖലയിൽ നമുക്ക് വിജയിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അല്ലെ? എനിക്ക് തോന്നുന്നത് ഈ പുതിയ മേഖലയ്ക്ക്, ഈ ബിസിനസ് മേഖലയ്ക്ക് കടന്നു വന്നവർ എല്ലാവരും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ ആരും ഒരു ബിസിനസ് മേഖലയിൽ നിന്ന് വന്നവരല്ല. നമ്മളൊക്കെ തീർച്ചയായിട്ടും ഒരു ജോലി എന്ന ഒരു നിലയിൽ നിന്ന് വന്നവരാണ്. നമ്മളെല്ലാം ഒരു ജോലിക്കാരായിരുന്നു ഈ മേഖലയ്ക്ക് കടന്നു വന്നവരാണ്. അല്ലെ? നമ്മുടെ മാതാപിതാക്കളോ അല്ലെ പൂർവികരോ ആരും തന്നെ ബിസിനസ് ചെയ്തവരായിട്ട് കാണണമെന്നില്ല. നമുക്കിതെല്ലാം ഒരു പുതിയ അനുഭവമാണ് ബിസിനസ് എന്ന് പറഞ്ഞത്. ഞാനും ദുബായിലായിരുന്നു 10-25 വർഷം. ഒരു ജോലി സ്ഥാപനത്തിലായിരുന്നു, ഒരു ഷിപ്പിംഗിലായിരുന്നു, ഒരു ജോലിക്കാരനായിരുന്നു. ആ മേഖല വിട്ടാണ് ഇപ്പൊ ഞാൻ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പം പുതിയൊരു അനുഭവമാണ്. ഈ അനുഭവത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, ഈ അനുഭവത്തിൽ വളരണം, ഇത് സക്സസ് ആയിട്ട് കൊണ്ടുപോകണം. വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും ബിസിനസ് ചെയ്യുമ്പം ബിസിനസിനെ കുറിച്ച് അറിയാതെ നമുക്കൊന്നും വിജയിക്കാൻ പറ്റുകയില്ല. ഏതൊരു മേഖല അങ്ങനെയല്ലേ? കാര്യങ്ങൾ വിജയിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു കടയിൽ ജോലി ചെയ്യുന്നു ഒരു വ്യക്തി, കടയിൽ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ അടുത്ത് പറയാണ് ഒരു വീട് പണിയണം, ഒരു കൺസ്ട്രക്ഷൻ നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്ക് സാധിക്കും. കാരണം ആ വ്യക്തിയുടെ മേഖലയല്ല വീട് പണിയുക, കൺസ്ട്രക്ഷൻ നടത്തുക എന്നുള്ളത്. എന്നാൽ ഒരു എഞ്ചിനീയറുടെ അടുത്ത് ആ കാര്യം പറയുവാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്റെ കഴിവും പഠിപ്പും അനുഭവവും എല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരു വീട് പണിയും, കൺസ്ട്രക്ഷൻ നടത്തും. അല്ലേ? സോ അതിന്റെ കാരണം, ഈ നല്ല രീതിയിൽ നടത്താൻ കാരണം എന്തുവാ? പുള്ളിയുടെ നേരത്തെ പുള്ളി ഇതിനു വേണ്ടി കഠിനമായിട്ട് അധ്വാനിച്ച് പഠിച്ച് നേടിയ അറിവ് കൊണ്ടാണ് അദ്ദേഹം ആ വീട് പണിയുന്നത്. ഇദ്ദേഹമാകട്ടെ അറിവില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു വീട് പണിയുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. അല്ലെ? ഇപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യുന്നു, RCMലൂടെ ഒരു ബിസിനസ്സുകാരായി നമ്മൾ മാറിയിരിക്കുന്നു. അപ്പം RCMനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് പഠിക്കാൻ ഇന്ന് ഒത്തിരി മേഖലകളുണ്ട്. അല്ലെ? നമ്മൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ, സൂം മീറ്റിങ്ങിലൊക്കെ RCMനെ കുറിച്ച് പഠിക്കാം. പിന്നെ ഈ മേഖലയെ കുറിച്ച് പഠിക്കാനുള്ള ബുക്സ്, ഒത്തിരി ബുക്സ് ഉണ്ട്. ഇപ്പം നിരവധി പുസ്തകങ്ങൾ ഇപ്പം അവൈലബിൾ ആയിട്ട് ഉണ്ട്. നമ്മൾ ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച് നമ്മൾ ഈ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി നമുക്ക് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ യൂട്യൂബ് ഒത്തിരി ഉണ്ട്. യൂട്യൂബിൽ ഒത്തിരി അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലതും ചീത്തയുമായിട്ടുള്ള ഒത്തിരി ഉണ്ട്. അത് നല്ലത് തിരഞ്ഞെടുത്ത് ഈ ബിസിനസ്സിലേക്ക് നമുക്ക് ആവശ്യമുള്ള അറിവ് നേടി നമ്മൾ ബിസിനസ് വളർത്താം. അല്ലെ? അങ്ങനെ ഉതകുന്ന ഒത്തിരി പുസ്തകങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ചില പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അതിലൊന്നാണ് ഈ പുസ്തകം. ഇത് റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ഇത് തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പഠിക്കുന്ന ഓരോ വ്യക്തിയും പഠിച്ചിരിക്കേണ്ട ഒരു നല്ല പുസ്തകം തന്നെയാണ്. റോബർട്ട് ടി കിയോസാക്കി എന്ന ഒരു വ്യക്തി എഴുതിയ ഒരു പുസ്തകമാണ്. ഇത് DC ബുക്സിന്റെ കീഴിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ ഇത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല പുസ്തകമാണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും വായിച്ച് പഠിച്ച് അറിവ് നേടാവുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു പുസ്തകം, അമേരിക്കൻ സ്വപ്നങ്ങൾ കവർന്നതാര്. ഇതൊരു നല്ല പുസ്തകമാണ്. ഇങ്ങനെ നിരവധി പുസ്തകങ്ങളുണ്ട് നമ്മുടെ അറിവ് നേടാനുള്ള പുസ്തകങ്ങൾ. അതൊക്കെ പഠിക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ, നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച്, അങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട്. ഞാനിപ്പം ജസ്റ്റ് നമുക്ക് അറിവ് നേടാനുള്ള ഒരു ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അങ്ങനെ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് പഠിക്കണം. പഠിച്ചാണ് നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടുന്നത്. അറിവ് കിട്ടുമ്പം ആ അറിവ് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ വിജയിക്കാൻ ഇടയാകുന്നത്. കാരണം ഇന്നത്തെ രാവിലെ ഗർവിന്റെ മീറ്റിങ്ങിൽ കടന്നിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് ശ്രദ്ധയിൽ കൊള്ളുക. നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കണം. പഠിച്ച്
നല്ലൊരു ജോലിക്കാരനായിട്ട് മാറണം. നമ്മൾ പിള്ളേരെ, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്, അല്ലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചതിന് കാരണം ഇത് തന്നെയാണ്. പഠിച്ച് നല്ല ഒരു ജോലി കരസ്ഥമാക്കുക. നമ്മൾ പഠിക്കുന്നത് തന്നെ ഒരു ജോലിക്കാരനായിട്ട് മാറാൻ വേണ്ടിയാണ്, അല്ലെ? ആരും ഇങ്ങനെ പറയുന്നില്ല നല്ലപോലെ പഠിച്ച് നല്ലൊരു മുതലാളിയായിട്ട് മാറണം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലും എല്ലാവരും പൊതുവെ പറയുന്ന കാര്യമാണ്, നല്ലപോലെ പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം, പഠിച്ച് നല്ല ഒരു ജോലിക്കാരനായിട്ട് മാറണം, ഒരു ജോലി ചെയ്യുന്ന ഒരു ആളായിട്ട് മാറണം. ഇതാണ് നമ്മുടെ സിസ്റ്റം. നമ്മുടെ പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് വരുന്ന ഒരു അറിവാണ്. ആർക്കും ബിസിനസ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാവരും, അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം പെട്ടെന്ന് നമുക്കൊരു ഇങ്ങനെ ഒരു അവസരം തന്നത് നമ്മുടെ ഈ RCM എന്ന ഈ മഹത്തായ വലിയൊരു പ്രസ്ഥാനമാണ്. ആദ്യമേ നമ്മളെ ഈ ട്രാക്ക് മാറ്റി, ജോലി ചെയ്യുന്ന ജോലിക്കാരായിട്ട് നിൽക്കുന്ന ആ ട്രാക്ക് മാറ്റി നമ്മളെ ഒരു മുതലാളിയായിട്ട്, ഒരു ബിസിനസ്മാനായിട്ട് മാറ്റിയതിന് ആദ്യമേ തന്നെ നമുക്ക് RCMനെ നമുക്ക് അഭിനന്ദിക്കാം. നമ്മൾ ഇതിലെല്ലാം ജോലിക്കാരല്ല, ആരും തന്നെ RCMൽ ജോലിക്കാരല്ല. നമ്മൾ ആരെങ്കിലും ജോലിക്കാരാന്നുള്ള ഒരു ധാരണ ഉണ്ടോ? പാടില്ല. നമ്മൾ ഇതിന്റെ ഈ ബിസിനസ്സിൽ പാർട്ട്ണറാണ്. നമ്മൾ അതാണ് പറയുന്നത്, നമ്മളൊക്കെ അസോസിയേറ്റ് ബയ്യറാണ്. നമ്മൾ RCMൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇതെല്ലാം നമ്മുടെ ഇതാണ്. അങ്ങനെയാണ് ചോപ്ര പറയുന്നത്. TC ചോപ്ര തീർച്ചയായിട്ടും നമുക്ക് ഹൃദയത്തിൽ ഏറ്റുപിടിക്കണം. കാരണം നമ്മുടെ നില തന്നെ മാറ്റിയൊരു മഹാ വ്യക്തിയാണ് TC ചോപ്ര. RCM എന്ന ഒരു പ്രസ്ഥാനം കൈ കൊടുത്ത് യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ, നമ്മൾ ആരും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെ? ഓരോ പ്രസ്ഥാനത്തിൽ ഓരോ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ അതിലൊക്കെ മാത്രം പൈസകൾ നമ്മൾ മുടക്കേണ്ടി വരുന്നു, അല്ലെ? അങ്ങനെ ഒരു പൈസയും മുടക്കാതെ എല്ലാ സാധനവും നമ്മുടെ കയ്യിൽ തന്നു, എന്നാ പിടിച്ചോ, നീ നിന്റെ ഇഷ്ടത്തിന് ഇത് ബിസിനസ് ചെയ്തു, എന്നിട്ട് അതിൽ കിട്ടുന്ന വരുമാനവും നിനക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാ അവസരങ്ങളും ഒരുക്കി തരുന്ന ഒരു മഹത്തായ ഒരു പ്രസ്ഥാനത്തിലാണ് നിങ്ങളും ഞാനും ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ ബിസിനസ്സിൽ നമ്മൾ വരുമ്പം ഈ ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വീണുപോകും. അപ്പം ആ അറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ കൂടുതൽ വായിക്കുക, വായിച്ച് അറിവ് നേടുക. ആ അറിവ് ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ്സിനെ നല്ലപോലെ വളർത്തിക്കൊണ്ടുവരിക. ഞാൻ ഇന്നൊരു പുസ്തകം മാത്രം എടുക്കുന്നു, റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്നുള്ളത്. ഇന്ന് നമ്മുടെ വിഷയം അതല്ല, എന്നാലും ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ നിർത്താണ്. കാരണം ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. റിച്ച് ഡാഡ് പൂർ ഡാഡ്, റോബർട്ട് T. കിയോസാക്കിയുടെ ഈ പുസ്തകം, ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാം. അതിൽ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മളിപ്പം പൈസ ഉണ്ടാക്കാൻ വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി, പൈസ നേടാൻ വേണ്ടി ഒരു 4 നിലയാണ് റോബർട്ട് T. കിയോസാക്കി പറയുന്നത്. അതായത് പൈസ ലീഗലായും എത്തിക്കലായിട്ടും, അതായത് ശരിയായ രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന മാർഗങ്ങൾ 4 രീതിയാണ്. പൈസ ഉണ്ടാക്കാൻ പല രീതികളും ഉണ്ട്, അല്ലെ? കറക്റ്റായിട്ട് ലീഗലായിട്ട് ഒരു നല്ല രീതിയിൽ നേർമയായിട്ടുള്ള ഒരു നിലയിൽ നമുക്ക് സമ്പാദിക്കാവുന്ന 4 രീതിയാണ് പറയുന്നത്. ഒന്ന്, എംപ്ലോയി, ജോലി ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാം, അല്ലെ? ഏതൊരു മേഖലയിലും ജോലി ചെയ്താൽ നമുക്ക് പൈസ കിട്ടും. അടുത്ത ഒരു മേഖലയാണ് സെൽഫ് എംപ്ലോയി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വിറ്റും പെറുക്കിയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടാക്കി നമ്മൾ പൈസ ഉണ്ടാക്കാം. മൂന്നാമതെന്ന് പറയുന്നത് ബിസിനസ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് പോലത്തെ വലിയ വലിയ ബിസിനസ്സുകൾ. നാലാമതാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ചാർട്ടിടാൻ പറ്റുന്നില്ല, എന്നാലും ഇത് മനസ്സിലാക്കിയാൽ മതി. ESBI, എ സൈഡിൽ ഇയും എസും വരും, അതായത് എംപ്ലോയിയും സെൽഫ് എംപ്ലോയിയും. ബി സൈഡിൽ ബിസിനസ്മാൻ, ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ കാറ്റഗറി ഇതിൽ ഏതാണെന്നുള്ളത് നമുക്ക് അറിയാം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവർ, സ്മോൾ ബിസിനസ് ചെയ്യുന്ന സാധാരണക്കാരായിരിക്കാം. ഈ നിലയിലിരുന്ന് ഈ RCMലൂടെ നമുക്ക് അടുത്ത ലെവലിലേക്ക് മാറണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്ത്
നമ്മളൊരു ഇൻവെസ്റ്ററായിട്ട് നമ്മൾ മാറണം. പണത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യരുത്. റോബർട്ട് ടി കിയോസാക്കി പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. പണത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യരുത്. പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യണം. അത് നല്ലൊരു ആശയം അല്ലേ? നമ്മൾ പണത്തിന് വേണ്ടി ജോലി ചെയ്യരുത്. പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യണം. തീർച്ചയായിട്ടും ഇതിന് 100% അർഹതയുള്ളതാണ് RCM എന്ന ഈ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെ ഞാൻ മനസ്സിലാക്കുന്നത് 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിന് മുകളിലായി. ആദ്യമേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു. ഞാൻ ബോൾട്ടായിട്ട് പറയുന്നു. എനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നും ഇല്ലായിരുന്നു. കാരണം എനിക്ക് അറിവില്ലായിരുന്നു. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പുസ്തകങ്ങൾ വായിച്ചും യൂട്യൂബുകൾ കണ്ടും പലരുടെയും അഭിപ്രായങ്ങളും ചോദിച്ചും ഇതിനെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. പഠിച്ചു വന്നപ്പം ഇന്ന് ഉള്ള ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിങ്ങിൽ ഏത് തന്നെ ആയിക്കോട്ടെ, അതിലെല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ RCM തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. എൻ്റെ മാത്രം അറിവല്ല, ഇന്ന് RCMലുള്ള എല്ലാവരുടെയും അറിവും കൂടിയാണ്. ഇതുപോലത്തെ ഒരു മഹത്തായ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. സോ നമ്മൾ RCMലുള്ളത് കൊണ്ട് നമ്മൾ അഭിമാനിക്കണം. നമ്മുടെ നില മാറ്റി, ഇപ്പൊ നമ്മൾ ഒരു ജോലിക്കാരായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ഈ ചെറിയ നിലയിൽ നിന്ന് നമ്മളെ മാറ്റി ഒരു വലിയ ബിസിനസ്സിലേക്ക് നമ്മളെ മാറ്റാൻ നമുക്ക് കൊടുത്തിരുന്ന വലിയൊരു അവസരമാണ് ഈ RCM നമുക്ക് തരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക. നമ്മൾ ഓരോ ക്ലാസ്സും നമ്മൾ അങ്ങനെ സാധാരണമായിട്ട് നമ്മൾ വിചാരിക്കരുത്. ഇന്ന് ഈ വ്യക്തിയല്ലേ, ഈ വ്യക്തിയുടെ അടുത്ത് നമുക്ക് എന്ത് കിട്ടും, അല്ലെ ഇയാളല്ലേ, ഈ സൗകര്യം, അങ്ങനെ പറഞ്ഞ് നമ്മൾ മാറ്റി നിൽക്കരുത്. ശരിയോ തെറ്റോ, നമുക്ക് ഓരോ ദിവസവും നമുക്ക് അറിവ് കിട്ടുന്ന കാര്യങ്ങളാണ്. ചിലപ്പം ഞാൻ ചെയ്യുന്ന തെറ്റ് നാളെ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ആവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കാം. പക്ഷെ ആ തെറ്റെന്താന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അപ്പം ഓരോ ദിവസവും നമ്മൾ ഓരോ ക്ലാസ്സും നമ്മൾ പഠിക്കാൻ കിട്ടുന്ന വലിയ അവസരങ്ങളാണ്. അത് നമ്മൾ പാഴാക്കരുത്. പ്രത്യേകിച്ചും ഈ ഉണർവിന്റെ ഈ ക്ലാസ് ഒക്കെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നലെയൊക്കെ ശ്രീ മേഡത്തിന്റെ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഒരിക്കലും നമുക്കതൊന്നും അതൊക്കെ കണ്ടില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടം തന്നെയാണ്. ഇങ്ങനെ മഹത്തായ വ്യക്തികളൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്ക് വേണ്ടി പഠിപ്പിക്കുമ്പം അതൊക്കെ കേൾക്കുക, പഠിക്കുക, പിന്നെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് നമ്മുടെ വിജയത്തിന് കാരണമാണ്. ഒരിക്കലും അതൊന്നും നമ്മൾ നിഷേധിക്കരുത്. ഒരു ചെറിയ സ്റ്റാർട്ടിങ് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മടിയാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും തോൽവിക്ക് കാരണം. മടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നിലും നമ്മൾ വിജയിക്കാൻ പറ്റില്ല. 6 മണിക്ക് എഴുന്നേറ്റ് ഞാൻ എന്ത് കേൾക്കാനും, അത് ഞാൻ പിന്നീട് ഒരു യൂട്യൂബ് അപ്ലോഡ് ചെയ്യുമ്പം യൂട്യൂബിലൂടെ ഞാൻ കണ്ടോളാം, അല്ലെ പിന്നെ ഒരു അവസരത്തിൽ കണ്ടോളാം. ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളല്ലേ, ഇതൊക്കെ കണ്ട കാര്യങ്ങളല്ലേ എന്ന് നമ്മൾ മുൻവിധിയോടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം അത് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ അത് സാരമായി ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മുൻവിധി ഒരിക്കലും നമ്മൾ പാടില്ല. അതാണ് എപ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറയുന്നത് empty your cup. അതിന്റെ അർത്ഥം തന്നെ ഇതാണ്. ആദ്യമേ നമ്മുടെ പാത്രങ്ങൾ കാലിയാക്കുക. നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടാകാം, ഒത്തിരി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഒത്തിരി തിരക്കിന്റെ ഇടയ്ക്കിലായിരിക്കും ഈ മീറ്റിംഗ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും ഇന്നത്തെ ക്ലാസ്സിനെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് empty ആക്കാൻ പറയുന്നത്, കാലിയാക്കാൻ പറയുന്നത്. നിങ്ങളുടെ സ്ട്രെസ്, നിങ്ങളുടെ എല്ലാ ദേഷ്യം, വെറുപ്പ്, വൈരാഗ്യം, അല്ലെങ്കിൽ നമുക്കുള്ള ഒരു മുൻവിധി, ഈ കാര്യമല്ലേ, ഇന്നതല്ലേ പറയാൻ പോകുന്നത്, ഇന്നതല്ലേ ചെയ്യുന്നത് എന്നുള്ള ആ മുൻവിധിയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ആര് തന്നെ ആയിക്കോട്ടെ, ആര് ക്ലാസ് എടുത്താൽ ഇന്ന് എനിക്ക് പഠിക്കാൻ എന്താണുള്ളത് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി അറിവും തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ RCMനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. അതിൽ RCMൽ പറയുന്ന ഒരു കാര്യമാണ് 7 കാർഡിനൽ റൂൾസ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇത് എടുത്തതാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നമ്മുടെ ബിസിനസ് സക്സസ് ആയിട്ട് കൊണ്ടുപോകണം, നമ്മുടെ ബിസിനസ് വളരണം, നല്ല നിലയിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പം പറയുന്നത്. 7 കാർഡിനൽ റൂൾസ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം. 8 കോർ സ്റ്റെപ്പ് ഉണ്ട്, നമ്മൾ അത് അറിഞ്ഞിരിക്കണം. 6 ബേസിക് ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ കഴിഞ്ഞ നാളുകളിൽ എടുത്തതാണ് എന്ന് ജസ്റ്റ് ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
അതുമാത്രമല്ല, നമ്മുടെ പ്രസ്ഥാനത്തിനോട് വിശ്വാസം വേണം. ബിലീവ് അതാണ് വിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും വേണം. ഈ പ്രസ്ഥാനം ഒരിക്കലും എന്റെ നാശത്തിനല്ല, ഇത് എന്റെ ഉയർച്ചയ്ക്കാണ്. എന്റെ ജീവിതത്തിൽ എന്നെ ഉയർത്താനുള്ള ഒരു വലിയൊരു സിസ്റ്റമാണ് RCM എന്നുള്ള ആ വിശ്വാസം നമുക്ക് വേണം. ആ വിശ്വാസം സെൽഫായിട്ടും വേണം, തമ്മിൽ വേണം. നമുക്ക് ഒരു വിശ്വാസം വേണം. എന്നെ കൊണ്ട് ഇത് സാധിക്കും. ഇന്നത്തെ ദിവസം ഞാൻ ഈ റൂൾസുകളൊക്കെ പാലിച്ച് ഞാൻ പ്രവർത്തിക്കും, എന്നെ കൊണ്ട് സാധിക്കും എന്ന് വിചാരിക്കും. നമ്മൾ ഈ മീറ്റിങ്ങിലൊക്കെ കാണുമ്പം വലിയ വലിയ സ്റ്റാർ എമറാൾഡുമാരൊക്കെ വരുന്നുണ്ട്. ഇവരൊക്കെ എങ്ങനെയാ അങ്ങനെ ആയത്? ഒറ്റ ദിവസം കൊണ്ട് വന്ന് അങ്ങനെ ആയതാണോ? ഇല്ല. അവരുടെ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ്മാരെയും ഒന്ന് നോക്കി. അവരെല്ലാം കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ച് ഒരു വലിയ എഫേർട്ട് തന്നെ അവർക്കുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് എല്ലാവരും വലിയ വലിയ നിലയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്റ്റാർ എമറാൾഡ് ആയിട്ടും പിന്നെ റൂബി ആയിട്ടും ഇങ്ങനെയൊക്കെ വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ ആയത് അവരുടെ കഠിന പ്രയത്നം മാത്രമാണ്. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ വന്ന് വലിയ വലിയ സ്ഥാനത്തിലേക്ക് എത്തിയതല്ല. കഷ്ടപ്പെട്ടാണ് എല്ലാവരും വന്നത്. ഇതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിൽ അവർക്ക് മാത്രമല്ല, കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും ഇത് ബാധകമാണ്. നമ്മൾ കഷ്ടപ്പെട്ടാൽ, കുറച്ച് എഫേർട്ട് എടുത്താൽ, അതാണ് പറയുന്നത്, ടൈമും എഫേർട്ടും ഈ ബിസിനസ് അത്യാവശ്യമാണ്. നമ്മൾ സമയം കണ്ടെത്തി സമയവും എഫേർട്ടും കൊടുത്തു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ വിജയം എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് 24 മണിക്കൂറുണ്ട് അല്ലെ, ഒരു ദിവസം 24 hours ഉണ്ട്. അതിൽ 8 മണിക്കൂർ ഉറങ്ങുന്നു, പിന്നെ ഒരു 8 മണിക്കൂർ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നു. അങ്ങനെ 16 മണിക്കൂർ പോയി, ബാക്കി 8 മണിക്കൂർ നമുക്ക് ധാരാളം അവശേഷിക്കുകയാണ്. ആ 8 മണിക്കൂർ നമ്മൾ എന്താ ചെയ്യുന്നത്? വെറുതെ മൊബൈലും തോണ്ടി ഇരിക്കുക, അല്ലെങ്കിൽ വല്ലയിടത്തൊക്കെ പോയി വല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ നമ്മൾ സമയം കളയരുത്. നമ്മുടെ സമയം ആ 8 മണിക്കൂർ എന്നുള്ളത് നമുക്ക് ധാരാളമാണ്. ഞാൻ പണ്ട് ആ ഹോട്ടലിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ പ്രസ്ഥാനമാണെന്നുള്ള ആ ഒരു ധാരണ നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നു, അതിനുവേണ്ടി എത്രമാത്രം എഫേർട്ട് ഇടുന്നോ, അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മടി കൂടാതെ, അല്ലെ നെഗറ്റീവ് ചിന്തകൾ വെച്ചുകൊണ്ട് ഒരിക്കലും ഈ സിസ്റ്റത്തിൽ ഇരിക്കരുത്. നമുക്ക് ജീവിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ശ്രീ TC ചാപ്ര RCMലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. അത് വാങ്ങിച്ച് ഉപയോഗിക്കുക, അതിലൂടെ വളരുക എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ എല്ലാ ഫ്യൂച്ചർ എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ ബോധ്യം നമുക്ക് എപ്പോഴും വേണം. എല്ലാവർക്കും വളരാൻ സാധിക്കും. ഇവിടെ പഠിച്ചവനെന്നോ പഠിക്കാത്തവനെന്നോ, ഈ പുസ്തകത്തിൽ അതാണ് പറയുന്നത്, റിച്ച് ഡാഡ് പൂർ ഡാഡ്. അതിൽ പഠിക്കാത്ത വ്യക്തിയാണ് ഭയങ്കരമായിട്ട് നല്ല കോടീശ്വരനാകുന്നത്. പക്ഷെ എങ്ങനെയാണ് കോടീശ്വരനാകുന്നത്? അവന്റെ സമയവും അവന്റെ ബുദ്ധിയും അവന്റെ കഴിവുകളെല്ലാം ഈ ബിസിനസ്സിന് വേണ്ടി അർപ്പിച്ച് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുമ്പോഴാണ് അവൻ വിജയത്തിലേക്ക്. അതിന് വലിയ പഠിത്തമൊന്നും വേണമെന്നൊന്നും ആവശ്യമൊന്നുമില്ല. പഠിത്തം വേണ്ടെന്നല്ല പറയുന്നത്. അതിനായിട്ട് വലിയ പഠിത്തം പഠിച്ചാലേ സാധിക്കുമെന്നൊന്നുമല്ല. സാധാരണ വീട്ടമ്മയായിരിക്കാം ഇത് കേട്ടോണ്ടിരിക്കുമ്പം ചിലരൊക്കെ ഓർക്കും, ഞാനൊക്കെ എങ്ങനെയാണ് വിജയിക്കുക, ഞാനൊരു സാധാരണ ആളല്ല, എനിക്ക് എങ്ങനെ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കാം. തീർച്ചയായിട്ടും സാധിക്കും. നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും. പക്ഷെ നമുക്ക് വേണ്ടത് നമ്മുടെ പരിശ്രമമാണ്. RCMൽ എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നമ്മുടെ പരിശ്രമമാണ്. ഈ RCM എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കുക, പരിശ്രമിക്കുക. തീർച്ചയായിട്ടും വിജയം എന്നുള്ളത് വളരെ ദൂരമൊന്നുമല്ല, ഇപ്പൊ തൊട്ടടുത്താണ്. അതിന് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും സാക്ഷികളാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. എല്ലാവരും കഷ്ടപ്പെട്ടാണ് ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് അവരെല്ലാം നല്ല നിലയിലേക്ക്, നല്ല പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ നമുക്കും സാധിക്കും. തീർച്ചയായിട്ടും പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് MLM ബിസിനസ്സാണ് അല്ലെ. RCMൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഇതിൽ കിട്ടുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്നത് നിരവധിയാണ്. നമുക്ക് ആദ്യം ഫിനാൻഷ്യൽ ഫ്രീഡം ഈ MLM ഈ ബിസിനസ്സിൽ, നമ്മുടെ RCMന്റെ ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം.
ഇന്ന് നമ്മൾ ഒരു കടയ്ക്ക് പോകുന്നു, കടയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കാണുന്നു, കണ്ട ഉടനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കണ്ട ഉടനെ നമ്മളത് ആ സാധനം എടുത്ത് നോക്കും. നോക്കുന്നത് എന്താ? അതിന്റെ വില എത്രയാണ്? നമ്മൾ വില കാണുമ്പം നമുക്ക് പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് ആ സാധനം എടുത്ത് മാറ്റിവെക്കും. കാരണം ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ആ സാധനം വാങ്ങിക്കാൻ പറ്റുകയില്ല. ഈ അവസരം, ഈ നിലയങ്ങ് മാറ്റാനാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ അത് നേടിയെടുക്കാൻ ഈ ബിസിനസ് നമുക്ക് സാധിക്കും. നമ്മൾ അതിനെ ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക. RCM നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനുള്ള വലിയൊരു അവസരം തരുന്ന ഒരു സ്ഥാപനമാണ് RCM. ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം ഫ്രീഡം. ഞാനിപ്പോ ഒരു കമ്പനി ജോലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് പോകണം. അത് തീരുന്നവരെ അവിടെ ആയിരിക്കണം. അവർ പറയുന്നതെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കണം. എനിക്ക് വേറെ എങ്ങും പോകാനും വരാനും ഒന്നിനും സാധിക്കുകയില്ല. പക്ഷെ ഇവിടെ നമുക്ക് ടൈം ഫ്രീഡം നമുക്കുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് എന്ത് വേണേലും ചെയ്യാം. ഈ 8 മണിക്കൂർ എനിക്ക് എന്ത് വേണേലും ചെയ്യാം. ഇതിനിടയ്ക്ക് ഞാൻ ബിസിനസ് ചെയ്യാം. ഇങ്ങനത്തെ ഒരു അവസരം ഇതിലല്ലാതെ വേറെ ഏതിലാ കിട്ടുന്നത്? വേറെ കമ്പനിയിലാണെങ്കിൽ എത്ര രൂപ കിട്ടിക്കോട്ടെ, കമ്പനിയിലാണെങ്കിൽ അങ്ങനെ നമ്മുടെ തോന്നിയ നമുക്ക് തോന്നുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? പോകാനും വരാനും പറ്റുമോ? ഒന്നുമില്ല. ഞാൻ ദുബായിലായിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു. ഒരു മെഷീൻ വർക്കായിരുന്നു. രാവിലെ പോകുന്നു, കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുന്നു, പണിയെടുക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുന്നു. പിന്നെ രാവിലെ പോകുന്നു, വരുന്നു. നമുക്കൊരു എന്താ പറയുക, കുടുംബത്തെ നോക്കാനോ അല്ലെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാനോ ഒന്നിനും നമുക്ക് സമയം കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ അതിനും ഒരു അവസരമുണ്ട്. ആദ്യമേ പറഞ്ഞ് ഫിനാൻഷ്യൽ ഫ്രീഡം, നമുക്ക് പൈസയായിട്ടുള്ള ഫ്രീഡം നമുക്ക് ഉണ്ട്. രണ്ടാമത് ടൈം ഫ്രീഡം നമുക്കുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. നമ്മൾ ഈ ബിസിനസ്സിൽ വളർന്ന് ഒരു നല്ല നിലയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് നിരവധിയാണ്. ഫിനാൻഷ്യലി നമ്മൾ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലാണ്, അല്ലെ? നമ്മുടെ ലീഡേഴ്സിനൊക്കെ നമുക്ക് അറിയാം. ലീഡേഴ്സൊക്കെ ഇപ്പൊ നോക്കിയാൽ അവർ ഒന്നിനെ കുറിച്ച് അവർ വറി ചെയ്യുന്നില്ല, ഒന്നിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നില്ല. കാരണം ഫിനാൻഷ്യലി അവർ സെക്യൂർഡ് ആണ്. കാരണം RCM-ൽ പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് എല്ലാം ചെയ്ത് ഇപ്പം RCM അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പൈസ കിട്ടുമോ കിട്ടിയാലോ എന്നുള്ള ആ ഒരു വിഷമോ ബുദ്ധിമുട്ടോ അവർക്കില്ല. കാരണം ഒരു സെക്യൂരിറ്റിയാണ്. ഈ സെക്യൂരിറ്റി തരുന്നതും നമ്മുടെ ഈ സ്ഥാനമാണ്, RCM എന്ന പ്രസ്ഥാനം. നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ വേറെ എവിടെയാ കിട്ടുക? ഇതിലെല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുന്ന ഒരു മഹത്തായ ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത വേണം. പിന്നെ ഇത് വളരാൻ പ്രത്യേകിച്ചും ആവശ്യമുള്ളത് അറിവും കഴിവും നമുക്ക് വേണം. കഴിവ് നേടിയെടുക്കുക എന്നുള്ളത്, നമുക്ക് എല്ലാവർക്കും കഴിവ് ദൈവം തന്നിട്ടുണ്ട്, എല്ലാവർക്കും കഴിവുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള അടുത്ത ഒരു ഇതാണ് പ്രോഡക്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നിരവധി പ്രോഡക്റ്റുകൾ തന്നാണ് ഈ പ്രസ്ഥാനം നമ്മളെ ഉയർത്തുന്നത്. MLM ബിസിനസ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നമുക്ക് ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്നുകൊണ്ടാണ് ഇത് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത്, അല്ലെ? ഇപ്പം ഏകദേശം സമയമായെന്ന് തോന്നുന്നു. എന്നാലും ഒരു പ്രോഡക്റ്റിന് ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ രൂപാന്തരയുടെ ക്ലാസ്സിൽ നടന്ന ഒരു സംഭവമാണ്. രൂപാന്തരയിൽ നമ്മുടെ മാഡം, ശ്രീലത മാഡം വന്നിട്ട് ചോദിച്ചു, നിങ്ങളിപ്പം അടുത്തയിടെ ജനങ്ങൾക്ക് കൈമാറിയ ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ആട്ടയാണ്, ആട്ട ഞാൻ കൊടുക്കുന്നു. അപ്പം ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ആട്ടയാന്ന് പറഞ്ഞപ്പം മാഡം ചോദിച്ചു, എന്ത് പറഞ്ഞാണ് നിങ്ങൾ ആട്ടയെ ജനങ്ങളിലേക്ക് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആട്ട നല്ലതാണ്, നല്ല ആട്ടയാണ്, വിലയും കുറവാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല സാധനമാണ് എന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ ചോദിച്ചു, അത്രേ പറഞ്ഞോളൂ എന്ന് ചോദിച്ചു. എനിക്ക് അത്രേ അറിയത്തുള്ളൂ, നല്ല സാധനമാണ്, വില കുറവാണ്, അത്രേ അറിയത്തുള്ളൂ. ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല പറയേണ്ടത്. അതാണ് രൂപാന്തരയിൽ നമ്മളെ മാറ്റിയെടുക്കുന്നത്. ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. അപ്പം ടീച്ചർ പറയാണ് അങ്ങനെയല്ല പറയേണ്ടത്. അപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്, നല്ല സാധനമാണ്, വില കുറവാണ് എന്ന് പറയുമ്പം
ഇപ്പം വേറെ ഒരാള് വന്ന് ഈ ഡയലോഗ് തന്നെ വേറെ ഒരു സാധനത്തെ കുറിച്ച് പറയും, നേരെ അവരങ്ങോട്ട് മാറിപ്പോകും. പക്ഷെ അത് മാത്രമാണോ നമുക്കുള്ളത്? നമ്മുടെ കയ്യിലുള്ള ഈ ആട്ടയ്ക്ക് ഒത്തിരിയേറെ ഗുണങ്ങളും നമ്മുടെ പ്രോഡക്റ്റ് എല്ലാത്തിനും അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞു വേണം നമ്മൾ ജനങ്ങളിൽ ഈ സാധനങ്ങളൊക്കെ എത്തിക്കാൻ. അതിന്റെ ഗുണങ്ങൾ പറയണം. നല്ല എന്ന് പറഞ്ഞാലൊന്നും ബിസിനസ് നടക്കില്ല. അതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പം ഉദാഹരണത്തിന് ഈ ആട്ടയെക്കുറിച്ച് നമ്മൾ സാധാരണ വിചാരിക്കും ഈ ആട്ടയെക്കുറിച്ച് എന്ത് പഠിക്കാനാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ തന്നെ ഒത്തിരി സമയമെടുക്കും. നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് ഈ ആട്ടയെക്കുറിച്ച് പറയുമ്പം നമുക്കൊരു നല്ല ഗോതമ്പ് പൊടിയുണ്ട് എന്ന് പറയുമ്പം അവർ അടുത്തത് പറയുന്ന ഒരു ഗോതമ്പ് പൊടി ഞങ്ങളും വീട്ടിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന, റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന, അല്ലെ പാൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ അത് പൊടിച്ചെടുത്ത് ഇപ്പൊ അതാണ് ഉപയോഗിക്കുന്നത്, മായം കലക്കാത്തതാണ്, അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു. പക്ഷെ അതും ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഈ ആട്ട തീർച്ചയായിട്ടും വാങ്ങിച്ചിരിക്കും. ആദ്യമേ ഈ ആട്ടയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ അരിയൊക്കെ ക്വാളിറ്റി പറയല്ലേ, ജയ, കുറുവ, അങ്ങനെയൊക്കെ ക്വാളിറ്റി പറയാം എന്ന് പറയുന്ന മാതിരി നമ്മുടെ RCMലെ ആട്ട എന്ന് പറയുന്നത് ഈ ഗോതമ്പിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഗോതമ്പ്, ഫസ്റ്റ് ഗ്രേഡിലുള്ള ഗോതമ്പ് ഉപയോഗിച്ചാണ് നമുക്ക് ഈ ആട്ട ഉണ്ടാക്കുന്നത്. ആ ഗോതമ്പിന്റെ പേരാണ് സർബതി. സർബതി എന്നാണ് ഈ ഗോതമ്പിന്റെ പേര്. അതായത് ഈ ഗോതമ്പില് ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഗോതമ്പ്. നമ്മൾ ഈ റേഷൻ കടയിലും ബാക്കിയുള്ള കടകളിലൊക്കെ കിട്ടുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 7 അയലോക്കത്ത് വരികയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ആട്ടയില് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഈ ആട്ടയാണ് കുടിച്ച് നമുക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ള ന്യൂട്രീഷൻ ഫാക്ട്സ് ജസ്റ്റ് ഒരു 100 ഗ്രാമിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് മനസ്സിലാവും. ഇത് കാണിച്ചു കൊടുത്താൽ തന്നെ മതിയാവും. ന്യൂട്രീഷൻ ഫാക്ട്സ് ഇവിടെ ഇത് വായിച്ചു കൊടുത്താൽ മതി. നമ്മൾ മറ്റ് ഏത് ആട്ട എടുത്താലും ഇത്രയധികം ന്യൂട്രീഷൻ അതിൻ്റെ അകത്തില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കാം. എനർജി ആണെങ്കിൽ തന്നെ 358.81 കലോരി ഉണ്ട് 100 ഗ്രാം ആട്ടയിൽ. അതുതന്നെ പ്രോട്ടീൻ ഉണ്ട്, നിരവധി കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഷുഗർ തീരെ കുറവാണ് ഈ ആട്ടയിൽ. മറ്റ് ആട്ടയും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഷുഗറിന്റെ ലെവൽ തീരെ കുറവാണ്. 0.5 ആണ് പറയുന്നത്. 0.5 0.5 ആണ് ഇതിനകത്ത് ഷുഗറിന്റെ ലെവൽ. അതുപോലെ തന്നെ ഡയറ്ററി ഫൈബർ ഉള്ള ആട്ടയാണ് നമ്മുടെ ഈ ആട്ട. അതുപോലെ തന്നെ ഫാറ്റും തീരെ കുറവാണ്. കൊളസ്ട്രോൾ 0 ഇതിലെല്ലാം. പിന്നെ വൈറ്റമിൻ B1, B2, B3 അങ്ങനെ നിരവധി വൈറ്റമിൻസ് ഉള്ളതാണ് നമ്മുടെ ഈ ആട്ട. അതുപോലെ തന്നെ സോഡിയം ഉണ്ട്, 356 mg സോഡിയം ഈ ആട്ടയിലുണ്ട്. ഇങ്ങനെ നിരവധി ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ഈ ധ്രുവം ചക്കി ആട്ട എന്ന് പറയുന്നത്. ഇത് ഫിസിക്കലി നമുക്കിത് പൊടിച്ചെടുത്ത സാധനമാണ്. ഇതിന്റെ പ്രോസസ്സിങ് തന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇതാണ്. 8 പ്രാവശ്യം ഇതിനെ ശുദ്ധീകരിച്ചാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇത് മെഷീനിലല്ല പൊടിക്കുന്നത്, നമ്മൾ ഈ കുത്തി പൊടിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു പ്രോസസ്സിങ്ങിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള ഔഷധങ്ങളും ഇതിലുള്ള ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് നമ്മുടെ കൈകളിൽ കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റുള്ള ആട്ടയൊന്നും ഇങ്ങനെയല്ല പ്രോസസ്സിങ് ചെയ്യുന്നത്, എല്ലാം പൊടിപ്പിക്കുക ചെയ്യുന്നത്. ഇത് അതുമാത്രമല്ല, 8 മണിക്കൂർ കഴിഞ്ഞ് 8 മണിക്കൂർ കുതിർത്ത് മുളപ്പിച്ച ഗോതമ്പിനെയാണ് ഇവര് പൊടിപ്പിക്കുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മുളപ്പിക്കുമ്പം ഏതൊരു പ്രോട്ടീൻ നമുക്ക് കൂടുതലുണ്ടാകും. അതാണ് പറയുന്നത് 13.1 ഗ്രാം പ്രോട്ടീൻ ഈ ആട്ടയിലുണ്ടെന്ന് പറയുന്നത്. ഇത്രയും അധികം പ്രോട്ടീൻ ഉള്ള ഒരു ആട്ട ഇല്ല. ഇതിൽ ഫൈബർ ഉണ്ട്, ഷുഗർകാർക്ക് പോലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത്രയും ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ വീട്ടമ്മമാർ പറയുമ്പോൾ, ടീച്ചർ പഠിപ്പിച്ചാണ് ഞാൻ പറയുന്നത്, വീട്ടമ്മമാരുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ ഇപ്പം സാധാരണ നമ്മൾ ആട്ടയൊക്കെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ ചൂടുവെള്ളം തിളപ്പിച്ച് ആ ചൂടുവെള്ളം ഈ മാവിൻ്റെ അകത്തിട്ട്
പിന്നെ കുഴച്ച്, പിന്നെ അരമണിക്കൂർ നേരം വെച്ചിരുന്നു, പിന്നീടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്, അല്ലെ? പക്ഷെ ഈ ആട്ട അങ്ങനെയല്ല. നമ്മൾ ഈ പൊടി എടുക്കുന്ന തണുത്ത വെള്ളം, ചൂടുവെള്ളം ഒന്നും വേണ്ട, തണുത്ത വെള്ളം എടുത്ത് കുഴയ്ക്കുന്നു, അപ്പം തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അരമണിക്കൂർ വെച്ചിരിക്കൊന്നും ആവശ്യമില്ല. ഇത് നോക്കിയോ, വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ചക്കിയാട്ട, ധ്രുവം ആട്ട. ഇത്രയും ഗുണങ്ങളുണ്ട്. സമയം നമുക്ക് ലാഭിക്കാം, അധികം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ നമുക്ക് കുഴച്ചിട്ടുണ്ടാക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഉണ്ടാക്കി എപ്പോൾ വേണേലും നമുക്ക് എടുത്തുപയോഗിക്കാം. ചില ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, ഞാൻ നേരത്തെ വാങ്ങിച്ചോണ്ടിരുന്ന ആട്ടയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ അത് പപ്പടം പോലെയാണ്, പിന്നെ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ ആട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നല്ല എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇത്രയും ഗുണങ്ങളുള്ളതാണ് ഈ ആട്ട. ഞാൻ ഓർത്ത് ആട്ടയെ കുറിച്ച് എന്ത് പറയാനാന്ന്, പക്ഷെ ഇത്രയും കാര്യങ്ങൾ സാധാരണ രീതിയിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അനുഭവിച്ച് വേണം നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഹൈ ലെവലിലായിരിക്കും എല്ലാത്തിനേക്കാളും. ഇതിന്റെ വിലയിലും നല്ല ഒരു മാറ്റമുണ്ട്. നമ്മൾ ഇതിന്റെ ഏകദേശം ഇതിന്റെ ഒപ്പത്തിനൊപ്പം എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം വരുന്ന ആട്ട കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ വിലയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. നമ്മൾ നെറ്റിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, കടകളിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഈ അഹാർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുണ്ട്. അഹാർ എന്ന് പറഞ്ഞ ഒരു കമ്പനി ആട്ട ഉൽപ്പാദിക്കുന്നുണ്ട്. ഒരു ഭാര്യപ്പെട്ട നല്ല ആട്ട എന്നാണ് പറയുന്നത്, വലിയ കുഴപ്പമില്ലാത്തതാണ്. ഇതിന്റെ അത്രയും വരികയല്ല, എന്നാലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അതിന്റെ വിലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ 162 രൂപയാണ് അഹാർ ചക്കി ആട്ടയുടെ വില. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നല്ലൊരു ബ്രാൻഡാണ് അഹാർ എന്ന് പറയുന്നത്. അതിന്റെ വില 162 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ ഡൈവിക് ഓർഗാനിക് ആട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ആട്ടയാണ്, അത് കുറച്ച് ഹൈ ലെവലിലുള്ളതാണ്. അതിന്റെ വില എന്ന് പറയുന്നത് 2 കിലോയ്ക്ക് 400 രൂപയാണ്. അതുപോലെ തന്നെ പതാഞ്ജലിയുടെ നവരത്ന ആട്ട, അത് 140 രൂപയാണ്. ഇതിന്റെ ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആട്ടയുടെ അത്രയും വലിയ, എന്നാൽ തന്നെ ഇതിന്റെ വിലയാണെങ്കിൽ ഭയങ്കര കൂടുതലാണ്. എന്നാൽ നമുക്ക് കിട്ടുന്നതോ MRP പ്രൈസ് എന്ന് പറയുന്നത് 125 രൂപയാണ്. നമ്മൾ ഒരു ഐഡിയ എടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിലും കുറവാണ്, വെറും 102 രൂപയാണ് ഈ ചക്കി ആട്ടയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ PV ആണെങ്കിൽ 20ആണ്. ഇത്രയും ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും എല്ലാം ഉള്ള ഒരു നല്ലൊരു ആട്ടയാണ് നമ്മുടെ കയ്യിലുള്ള ഈ ധ്രുവം ആട്ട. സോ ഇത് നമ്മൾ എടുത്ത് ഓരോ വ്യക്തികളുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ജയിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, യൂസ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൊടുക്കുക, റെക്കമെൻഡ് ചെയ്യുക. ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള എല്ലാം കമ്പനി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആദ്യം ഇത് ഉപയോഗിക്കുക, പ്രൊമോട്ട് ചെയ്യുക. ഇത്രയും നമ്മൾ ചെയ്താൽ മതി, നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വരും. എൻ്റെ ഈ ചെറിയ ഒരു സെഷൻ സമയമായി, ഞാൻ നിർത്തുകയാണ്. ഈ നല്ലൊരു അവസരം തന്ന നമ്മുടെ പ്രിയപ്പെട്ട ലീഡേഴ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ കേട്ട നിങ്ങൾ എല്ലാവർക്കും ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ അവസരം തന്ന എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ആർ സിംഗ്, ഗുഡ് ആർ സിംഗ്.